ശ്രീ പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥയിലെ 42-ാമത്തെ അധ്യായം. എൻ്റെ ഗുരുവിനോടൊത്തുള്ള അന്ത്യദിനങ്ങൾ. ഗുരുദേവ, ഇന്ന് രാവിലെ അങ്ങയെ തനിച്ച് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. സുഗന്ധമുതിർക്കുന്ന കുറേ പഴങ്ങളും പനിനീർപ്പൂക്കളുമായി ഞാൻ ശ്രീരാമപുരം ആശ്രമത്തിൽ അപ്പോഴെത്തിയതായിരുന്നു. ശ്രീ യുക്തേശ്വരൻ ആലംബഹീനനായി എന്നെ നോക്കി. നിനക്കെന്താണ് ചോദിക്കാനുള്ളത്? ഒരു രക്ഷാമാർഗം തേടുന്നത് പോലെ ഗുരുദേവൻ മുറിയാകെ പരതി നോക്കി. ഗുരുദേവ, ഞാനൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിട്ടാണ് അങ്ങയുടെ അടുത്ത് വന്നത്. ഇന്ന് ഞാനൊരു മുതിർന്ന പുരുഷനാണ്. 1-2 നരച്ച മുടിയുമുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ അങ്ങ് എന്നിൽ നിശബ്ദ സ്നേഹം ചൊരിഞ്ഞിട്ടുണ്ടെങ്കിലും കണ്ടുമുട്ടിയ ദിവസം ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞിട്ടുള്ളതെന്ന് അങ്ങയ്ക്കറിയില്ലേ? ഞാൻ അദ്ദേഹത്തെ യാചനാപൂർവം നോക്കി. ഗുരുദേവൻ ദൃഷ്ടി താഴ്ത്തി. യോഗാനന്ദ, വാക്കുകൾ ഉരുവിടാത്ത ഹൃദയം ഭദ്രമായി കാത്തു സൂക്ഷിക്കുന്ന ഊഷ്മളഭാവങ്ങൾ ഭാഷണത്തിൻ്റെ നിർജീവമായ തലത്തിലേക്ക് ഞാൻ കൊണ്ടുവരണോ? ഗുരുദേവ, അങ്ങ് എന്നെ സ്നേഹിക്കുന്നു എന്നെനിക്കറിയാം. പക്ഷേ എൻ്റെ മർത്യകർണങ്ങൾ അങ്ങ് അങ്ങനെ പറയുന്നത് കേൾക്കാൻ അതിയായി കൊതിക്കുന്നു. ശരി, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. യോഗമാർഗത്തിൽ പരിശീലനം നൽകാൻ ഒരു മകന് വേണ്ടി ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിൽ പലപ്പോഴും അതിയായി ആശിച്ചിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നപ്പോൾ എനിക്ക് തൃപ്തിയായി. നിന്നിൽ ഞാൻ എൻ്റെ മകനെ കണ്ടെത്തി. 2 തുള്ളി കണ്ണീർ ശ്രീ യുക്തേശ്വരൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു. യോഗാനന്ദ, നിന്നെ ഞാൻ എന്നുമെന്നും സ്നേഹിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ സ്വർഗത്തിലേക്കുള്ള എൻ്റെ പ്രവേശന പത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ട് എൻ്റെ ഹൃദയത്തിലെ ഒരു ഭാരം എന്നേക്കുമായി അലിഞ്ഞില്ലാതെയായതായി എനിക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹം വികാരചപലനായിരുന്നില്ല എന്നും ആത്മസംയമനം പാലിച്ചിരുന്നുവെന്നും എനിക്കറിയാമായിരുന്നു. എങ്കിലും പലപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ മൗനത്തെപ്പറ്റി അത്ഭുതപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്നതിൽ ഞാൻ വിജയിച്ചിട്ടില്ല എന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ശങ്കിച്ചിരുന്നു. അസാധാരണമായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവം തീർത്തും മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയുന്നതായിരുന്നില്ല. അഗാധവും പ്രശാന്തവുമായിരുന്ന അത് ബാഹ്യലോകത്തിന് അളക്കാമായിരുന്നില്ല. ആ ലോകത്തിൻ്റെ മൂല്യങ്ങൾ അദ്ദേഹം എന്നേ മറികടന്നിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കൊൽക്കത്തയിലെ ആൽബർട്ട് ഹാളിൽ ഒരു വലിയ പുരുഷാരത്തോട് ഞാൻ സംസാരിച്ചു. സന്തോഷിലെ മഹാരാജാവ്, കൊൽക്കത്തയിലെ മേയർ എന്നിവരോടൊപ്പം പ്രസംഗവേദിയിലിരിക്കാൻ ശ്രീ യുക്തേശ്വരൻ സമ്മതിച്ചു. ഗുരുദേവൻ അഭിപ്രായമൊന്നും പറഞ്ഞില്ലെങ്കിലും എൻ്റെ പ്രസംഗവേളയിൽ ഇടയ്ക്കിടെ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തെ സന്തുഷ്ടനായാണ് കണ്ടത്. പിന്നീട് ശ്രീരാമപുരം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സമ്മേളനത്തിൽ എൻ്റെ ഒരു പ്രസംഗമുണ്ടായി. ഞാൻ എൻ്റെ പഴയ സതീർത്ഥ്യരെയും അവർ അവരുടെ ഭ്രാന്തൻ സന്യാസിയെയും ഉറ്റുനോക്കിയപ്പോൾ ഏവരും സന്തോഷാശ്രുക്കൾ ലജ്ജ കൂടാതെ പൊഴിച്ചു. എൻ്റെ ഫിലോസഫി പ്രൊഫസർ വാഗ്മിയായ ഡോക്ടർ ഘോഷാൽ മുന്നോട്ട് വന്ന് എന്നെ സ്വീകരിച്ചു. ഞങ്ങളുടെ പഴയ തെറ്റിദ്ധാരണകളെല്ലാം കാലമെന്ന മാന്ത്രികൻ നീക്കിയിരുന്നു. ഡിസംബർ അവസാനം ശ്രീരാമപുരം ആശ്രമത്തിൽ മകരസംക്രാന്തി ആഘോഷിച്ചു. പതിവ് പോലെ ശ്രീ യുക്തേശ്വരൻ്റെ അടുത്തും അകലെയുമുള്ള ശിഷ്യർ ഒത്തുകൂടി. ഭക്തി സങ്കീർത്തനങ്ങൾ, കൃഷേദാതയുടെ മധുമധുരമായ ഗാനാലാപനം, യുവശിഷ്യന്മാർ തയ്യാറാക്കിയ സദ്യ, ആളുകൾ തിങ്ങി നിറഞ്ഞ ആശ്രമാങ്കണത്തിൽ നക്ഷത്രങ്ങൾക്ക് കീഴിൽ വിജ്ഞാനത്തിൻ്റെ അഗാധതയിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന ഗുരുദേവൻ്റെ ആവേശകരമായ പ്രഭാഷണം. ഓർമ്മകൾ, ഓർമ്മകൾ, ദീർഘകാലം മുമ്പ് കടന്നുപോയ വർഷങ്ങളിലെ ആഹ്ലാദകരമായ ആഘോഷങ്ങൾ. ഈ രാത്രിയിൽ ഏതായാലും പുതിയ ഒരു പ്രത്യേക ഇനം അരങ്ങേറാനുണ്ടായിരുന്നു. യോഗാനന്ദ, സഭയെ അഭിസംബോധന ചെയ്യൂ, ഇംഗ്ലീഷിൽ. തീരെ അസാധാരണമായി ഈ അപേക്ഷ മുന്നോട്ട് വെച്ചപ്പോൾ ഗുരുദേവൻ്റെ കണ്ണുകൾ കുസൃതിച്ചിരിയിൽ തിളങ്ങുകയായിരുന്നു. എൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് പ്രസംഗത്തിന് മുമ്പ് കപ്പലിൽ വെച്ചുണ്ടായ ദുസ്ഥിതിയെപ്പറ്റി അദ്ദേഹം ചിന്തിക്കുകയായിരുന്നോ? എൻ്റെ സഹശിഷ്യരായ ശ്രോതാക്കളോട് ഞാൻ ആ കഥ പറഞ്ഞുകൊണ്ട് ഗുരുദേവന് ഭക്തിനിർഭരമായ ഉപചാരങ്ങൾ അർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പിഴയ്ക്കാത്ത മാർഗദർശനം ആ സാഗരനൗകയിൽ മാത്രമല്ല, വിശാലവും ആതിഥ്യസമ്പന്നവുമായ അമേരിക്കയിലും എൻ്റെ 15 കൊല്ലത്തെ ഓരോ ദിവസവും എനിക്ക് അനുഭവമായിരുന്നു. ഒരിക്കൽ മാത്രം ഇതുപോലെ ഒരു ഉത്സവത്തിന് ശേഷം
അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറിയിലെ കിടക്കയിൽ ഉറങ്ങാൻ എന്നെ ശ്രീ യുക്തേശ്വരൻ അനുവദിച്ചിരുന്നു. അതിഥികൾ പിരിഞ്ഞ ശേഷം അതേ കിടപ്പുമുറിയിലേക്ക് ശ്രീ യുക്തേശ്വരൻ എന്നെ വിളിച്ചു. ഈ രാത്രിയിൽ അവിടെ എൻ്റെ ഗുരുദേവൻ നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. കാൽക്കലായി അർദ്ധവൃത്താകൃതിയിൽ ശിഷ്യരും. യോഗാനന്ദ, നീ ഇപ്പോൾ കൊൽക്കത്തയിലേക്ക് തിരിച്ചു പോവുകയാണോ? നാളെ ഇവിടെ മടങ്ങി വരൂ. എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. അടുത്ത ദിവസം ഉച്ചതിരിഞ്ഞ് അനുഗ്രഹാശിസ്സുകളുടെ ഏതാനും ലളിതമായ വാക്കുകളോടെ ശ്രീ യുക്തേശ്വരൻ എനിക്ക് സന്യാസത്തിലെ അടുത്ത പടിയായ പരമഹംസൻ എന്ന പദവി നൽകി. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമസ്കരിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഇപ്പോൾ മുതൽ പഴയ സ്വാമി എന്ന പദവിക്ക് പകരം ഈ പുതിയ പദവി നിലവിൽ വരുന്നതാണ്. എൻ്റെ പാശ്ചാത്യ വിദ്യാർത്ഥികൾ പരമഹംസജി എന്ന് ഉച്ചരിക്കാൻ പെടാവുന്ന പാടോർത്ത് ഞാൻ നിശബ്ദമായി ചിരിച്ചു. ഭൂതലത്തിലെ എൻ്റെ കർത്തവ്യങ്ങൾ ഇപ്പോൾ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. നീ അത് തുടരണം. പ്രശാന്തവും സൗമ്യവുമായ കണ്ണുകളോടെ ഗുരുദേവൻ അടക്കിയ സ്വരത്തിൽ പറഞ്ഞു. എൻ്റെ ഹൃദയം ഭയം കൊണ്ട് അതിവേഗം മിടിക്കുകയായിരുന്നു. പുരിയിലെ നമ്മുടെ ആശ്രമത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കാൻ ആരെയെങ്കിലും അയക്കൂ, ശ്രീ യുക്തേശ്വരൻ തുടർന്നു. ഞാനെല്ലാം നിന്നെ ഭാരമേൽപ്പിക്കുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെയും ഈ സംഘടനയുടെയും നൗക ദൈവീക തീരങ്ങളിൽ വിജയകരമായി എത്തിക്കുവാൻ നിനക്ക് സാധിക്കും. കണ്ണീരോടെ ഞാൻ ആ പാദങ്ങൾ പുൽകുകയായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് എന്നെ സ്നേഹത്തോടെ ആശീർവദിച്ചു. ഒരു യോഗതാ ഉപാസകനായ സ്വാമി സേവാനന്ദനെ അടുത്ത ദിവസം റാഞ്ചിയിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ട് പുരി ആശ്രമത്തിൻ്റെ ചുമതല ഏൽക്കാൻ ഞാൻ അയച്ചു. തൻ്റെ വസ്തുവകകൾ നിയമാനുസൃതം വ്യവസ്ഥ ചെയ്യുന്നതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് ഗുരുദേവൻ ചർച്ച ചെയ്തു. തൻ്റെ 2 ആശ്രമങ്ങളും മറ്റു വസ്തുവകകളും കൈക്കലാക്കാൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം ബന്ധുക്കൾ നിയമവ്യവഹാരം നടത്താനുള്ള സാധ്യത ഒഴിവാക്കുന്നതിൽ അദ്ദേഹത്തിന് വ്യഗ്രത ഉണ്ടായിരുന്നു. അവ ലോകോപകാരപ്രദമായ ഉദ്ദേശ്യങ്ങൾക്ക് മാത്രമായി നിയമാനുസൃതമായി തന്നെ വ്യവസ്ഥ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഈയിടെ ഗുരുദേവന് ഗിരിപുരം സന്ദർശിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. അമൂല്യ ബാബു എന്ന ഒരു സഹശിഷ്യൻ ഒരു ദിവസം ഉച്ചകഴിഞ്ഞ് ഈ പ്രസ്താവം നടത്തിയപ്പോൾ ദുരന്ത ദുശങ്കയുടെ വിറങ്ങലിപ്പിക്കുന്ന ഒരു അലമാല എന്നിൽ ഉയർന്നു. ഞാൻ നിർബന്ധിച്ചു ചോദിച്ചപ്പോൾ ശ്രീ യുക്തേശ്വരൻ പറഞ്ഞു, ഗിരിപുരത്ത് ഇനി ഞാൻ പോവുകയില്ല. ഒരു നിമിഷ നേരത്തേക്ക് ഗുരുദേവൻ പേടിച്ചരണ്ട ഒരു കുട്ടിയെ പോലെ വിറച്ചു. പതഞ്ജലി ഇങ്ങനെ എഴുതി: ശരീരമെന്ന പഞ്ചരത്തോട് സ്വതസിദ്ധമായി ഉയർന്നു വരുന്ന മമത ചെറിയ അളവിൽ വലിയ തപസ്വികളിൽ പോലുമുണ്ട്. മരണത്തെപ്പറ്റിയുള്ള ചില പ്രഭാഷണങ്ങളിൽ എൻ്റെ ഗുരുദേവൻ ഇതുകൂടി പറയുക പതിവായിരുന്നു. ദീർഘകാലം കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു കിളി കൂടിൻ്റെ വാതിൽ തുറന്നു വെച്ചാൽ പരിചിതമായ കൂടുവിട്ടു പോകാൻ മടിക്കുന്നത് പോലെ. ഗുരുദേവ, അങ്ങനെ പറയാതിരിക്കൂ, ഒരു തേങ്ങലോടെ ഞാൻ അപേക്ഷിച്ചു. ആ വാക്കുകൾ എന്നോട് ഒരിക്കലും പറയരുത്. ശ്രീ യുക്തേശ്വരൻ്റെ മുഖഭാവം ഒരു മന്ദസ്മിതത്തിൽ അയഞ്ഞു. തൻ്റെ 81ാമത് ജന്മദിനം അടുത്തിരുന്നുവെങ്കിലും അദ്ദേഹം ആരോഗ്യദൃഢഗാത്രനായി കാണപ്പെട്ടു. വാക്കുകളിൽ പറയാത്തതെങ്കിലും ശക്തമായി അനുഭവപ്പെട്ടിരുന്ന എൻ്റെ ഗുരുവിൻ്റെ സ്നേഹത്തിൻ്റെ ഇളവയിൽ നിത്യേന കാഞ്ഞിരുന്ന ഞാൻ എൻ്റെ ബോധമനസ്സിൽ നിന്ന് തൻ്റെ ആസന്നമായ ദേഹവിയോഗത്തെപ്പറ്റി അദ്ദേഹം നൽകിയ അനേകം സൂചനകളെ ദൂരീകരിച്ചു. പ്രഭു, ഈ മാസം അലഹബാദിൽ കുംഭമേളയാണ്. ഒരു ബംഗാളി പഞ്ചാംഗത്തിൽ ഞാൻ മേള തീയതികൾ ഗുരുദേവന് കാട്ടിക്കൊടുത്തു. നിനക്ക് തീർച്ചയായും പോകണമെന്നുണ്ടോ? ഞാൻ അദ്ദേഹത്തെ പിരിയുന്നതിൽ ശ്രീ യുക്തേശ്വരനുണ്ടായിരുന്ന വൈമുഖ്യം മനസ്സിലാക്കാതെ ഞാൻ തുടർന്നു. ഒരിക്കൽ അങ്ങേക്ക് ബാബാജിയുടെ ദർശനം ഒരു അലഹബാദ് കുംഭമേളയിൽ വെച്ച് ലഭിച്ചു. ഒരു പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹത്തെ ദർശിക്കാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചേക്കും. നീ അദ്ദേഹത്തെ അവിടെ വെച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ പരിപാടികളെ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കാതെ ഗുരുദേവൻ മൗനം പാലിച്ചു. ഒരു ചെറിയ സംഘവുമായി പിറ്റേ ദിവസം ഞാൻ അലഹബാദിന് തിരിച്ചപ്പോൾ ഗുരുദേവൻ പതിവ് പോലെ ശാന്തനായി എന്നെ ആശീർവദിച്ചു. എൻ്റെ ഗുരുവിൻ്റെ ദേഹവിയോഗം നിസ്സഹായനായി കണ്ടു നിൽക്കാൻ നിർബന്ധിതനാകുന്ന അനുഭവത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ ജഗദീശ്വരൻ ആഗ്രഹിച്ചതുകൊണ്ടാകണം ശ്രീ യുക്തേശ്വരൻ്റെ മനോഭാവത്തിൻ്റെ വിവക്ഷകൾ ഞാൻ മനസ്സിലാക്കാതെ പോയത്. എനിക്ക് പ്രിയമുള്ളവരുടെ മരണത്തിൻ്റെ സമയത്ത് ഞാൻ ആ രംഗത്തുനിന്ന് അകലെയായിരിക്കുവാൻ ഈശ്വരൻ കാരുണ്യപൂർവ്വം
വഴിയൊരുക്കുന്നുവെന്നത് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സംഘം 1936 ജനുവരി 23 കുംഭമേളയുടെ സ്ഥലത്തെത്തി. 2 ദശലക്ഷം വരുന്ന അലയടിക്കുന്ന പുരുഷാരം മതിപ്പുളവാക്കുന്ന പൊര അസ്തപ്രജ്ഞമാക്കുന്ന ഒരു ദൃശ്യമാണ്. ആത്മീയ മൂല്യങ്ങളോടും കുറെ കൂടി ദൈവീകമായ ഒരു അഭയം തേടുന്നതിനായി ലൗകിക ബന്ധങ്ങളെ ഉപേക്ഷിച്ച സാധുസത്തുക്കളോടും ഏറ്റവും എളിയ ഗ്രാമീണ കർഷകനിൽ പോലും ജന്മസിദ്ധമായി കാണുന്ന ആദരവാണ് ഭാരതീയ ജനതയുടെ സവിശേഷമായ നിസർഗസത്ത. വഞ്ചകരും കപടവേഷക്കാരും തീർച്ചയായുമുണ്ട്. പക്ഷേ ഈ നാടിന് സ്വർഗീയമായ നന്മകളേക്ക് വെളിച്ചം പകരുന്ന അപൂർവമായ ചിലരെ കരുതി ഭാരതം എല്ലാവരെയും ആദരിക്കുന്നു. കാലത്തിൻ്റെ പ്രഹരങ്ങൾക്ക് തളർത്താനാവാത്ത ഊർജ്ജസ്വല ചൈതന്യത്തിന് ഭാരതം കടപ്പെട്ടിരിക്കുന്നത് ഈ നാടിൻ്റെ നാഡീസ്പന്ദനമായ ആത്മീയ വ്യഗ്രതയോടാണ്. ഇത് അനുഭവിച്ചറിയാനുള്ള അതുല്യമായ അവസരം ഈ വിപുലമായ ദൃശ്യം നോക്കിക്കാണുകയായിരുന്ന പാശ്ചാത്യർക്ക് ലഭിച്ചു. ആദ്യ ദിവസം ഞങ്ങളുടെ സംഘം ചെലവഴിച്ചത് വെറുതെ മിഴിച്ചു നോക്കി നിന്നാണ്. പാപമോചനത്തിനായി ആയിരക്കണക്കിന് തീർത്ഥാടകർ ഗംഗാസ്നാനം ചെയ്തു. ബ്രാഹ്മണ പുരോഹിതർ ആചാരപരമായ ആരാധനാ കർമ്മങ്ങൾ നടത്തി. മൗനം ഭജിച്ച സന്യാസിമാരുടെ പാദങ്ങളിൽ അർഘ്യങ്ങൾ സമർപ്പിക്കപ്പെട്ടു. ഗജവീരന്മാരുടെ നിരകൾ, ചമയങ്ങൾ അണിഞ്ഞ കുതിരകൾ, മന്ദഗതിയായ രാജപുത്താന ഒട്ടകങ്ങൾ എല്ലാം നിരനിരയായി കടന്നുപോയി. പിന്നാലെ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ദണ്ഡുകളോ പട്ടിലുള്ള പതാകകളോ വീശുന്ന നഗ്ന സന്യാസിമാരുടെ കൗതുകകരമായ ഒരു ഘോഷയാത്ര. ചൂടിലും തണുപ്പിലും നിന്നുള്ള രക്ഷയ്ക്കായി ശരീരമാസകലം ഭസ്മം പൂശിയ കൗപീന മാത്രധാരികളായ സന്യാസിമാർ ചെറിയ കൂട്ടങ്ങളായി ശാന്തരായി ഇരുന്നിരുന്നു. അവരുടെ നെറ്റിയിലെ ഒരൊറ്റ ചന്ദനപ്പൊട്ട് ആത്മീയ നേത്രത്തെ മിഴിവോടെ പ്രതിനിധാനം ചെയ്തിരുന്നു. ഓരോ മുളവടിയും ഭിക്ഷാപാത്രവും ഏന്തിയ തലമുണ്ടനം ചെയ്ത കാവ്യവസ്ത്രധാരികളായ സ്വാമിമാർ ആയിരക്കണക്കിനുണ്ടായിരുന്നു. ചുറ്റി നടക്കുകയോ ശിഷ്യരുമായി ദാർശനിക ചർച്ചകൾ നടത്തുകയോ ആയിരുന്നു അവർ. സർവസംഘ പരിത്യാഗികളുടെ ശാന്തി അവരുടെ മുഖത്തുനിന്ന് പ്രസരിച്ചു. ജടാമകുടങ്ങൾ ധരിച്ച വിചിത്ര രൂപികളായ സന്യാസിമാർ അങ്ങിങ്ങ് വൻമരങ്ങളുടെ കീഴിൽ വലിയ ആഴികൾ കൂട്ടി അവയ്ക്ക് ചുറ്റും ഇരുന്നിരുന്നു. ചിലർ അനേകം അടി നീളമുള്ള താടിമീശ ചുരുട്ടി മടക്കി കെട്ടിയിരുന്നു. അവർ നിശബ്ദരായി ധ്യാനിക്കുകയോ കടന്നുപോകുന്ന പുരുഷാരത്തെ, ഭിക്ഷക്കാർ, ആനപ്പുറത്തേറിയ രാജാക്കന്മാർ, വിവിധ നിറമാർന്ന സാരികൾ ധരിച്ച് വളയും തളയും കിലുങ്ങുമാർ നടക്കുന്ന സ്ത്രീകൾ, മെലിഞ്ഞ കൈകൾ വിലക്ഷണമായി ഉയർത്തിപ്പിടിച്ച ഫക്കീറന്മാർ, ധ്യാനത്തിനുള്ള യോഗദണ്ഡ് കൊണ്ടു നടക്കുന്ന ബ്രഹ്മചാരികൾ, ബാഹ്യ ഗൗരവം കൊണ്ട് ഉള്ളിലെ പരമാനന്ദം മറച്ച എളിയ തപോധനന്മാർ എന്നിവരെയൊക്കെ അനുഗ്രഹിക്കുകയോ ചെയ്തു. ഈ കോലാഹലങ്ങൾക്കുപരിയായി അമ്പലമണികളുടെ അവിരാമമായ ആഹ്വാനവും ഞങ്ങൾ കേട്ടു. മേളയിലെ ഞങ്ങളുടെ 2ാമത്തെ ദിവസം എൻ്റെ സഹചാരികളും ഞാനും വിവിധ ആശ്രമങ്ങളും താൽക്കാലിക പർണശാലകളും സന്ദർശിച്ച് പുണ്യപുരുഷന്മാരെ പ്രണമിച്ചു. സന്യാസി പരമ്പരയിലെ ഗിരിവിഭാഗത്തിൻ്റെ തലവനായ പുഞ്ചിരിക്കുന്ന തീ പോലെ കണ്ണുകളുള്ള മെലിഞ്ഞ ഒരു തപസ്വിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചു. കഴിഞ്ഞ 9 വർഷമായി മൗനവ്രതവും പഴങ്ങൾ മാത്രം ഭക്ഷണവുമായി കഴിയുന്ന ഒരു ആചാര്യൻ്റെ ആശ്രമം ഞങ്ങൾ പിന്നീട് സന്ദർശിച്ചു. ശാസ്ത്രപാരാംഗതനും എല്ലാ വിഭാഗങ്ങൾക്കും ആരാധ്യനുമായ പ്രജ്ഞാചക്ഷു എന്ന അന്ധനായ സാധു ആശ്രമ പൂമുഖത്ത് ഒരു വേദിയിൽ ഇരുന്നിരുന്നു. വേദാന്തത്തെപ്പറ്റി ഹിന്ദിയിൽ ഞാനൊരു ചെറിയ പ്രഭാഷണം ചെയ്തു. അതിനുശേഷം പനിനീർ പൂവ് പോലെ തുടുത്ത കവിളുകളും പ്രൗഢമായ തോളുകളുമുള്ള സുമുഖനായ കൃഷ്ണാനന്ദൻ എന്ന അടുത്തുള്ള ഒരു സന്യാസിയെ അഭിവാദനം ചെയ്യാൻ ഞങ്ങളുടെ സംഘം പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അടുത്തായി ഇണങ്ങിയ ഒരു സിംഹി കിടന്നിരുന്നു. സന്യാസിയുടെ ആത്മീയ വശ്യതയിൽ അദ്ദേഹത്തിൻ്റെ കായിക ശേഷിയിലല്ല എന്ന് തീർച്ച. മയങ്ങിയ ആ വന്യജന്തു മാംസം വെടിഞ്ഞ് പാലും ചോറും കഴിക്കുന്നു. തവിട്ട് നിറമുള്ള ഈ വന്യമൃഗത്തെ ആഴത്തിലുള്ള ആകർഷകമായ ഒരു മുരളൽ കൊണ്ട് ഓംകാരം പുറപ്പെടുവിക്കാൻ ആ സ്വാമി പഠിപ്പിച്ചിരിക്കുന്നു. ഒരു മർജാര ഭക്ത. ഞങ്ങളുടെ അടുത്ത കൂടിക്കാഴ്ച ജ്ഞാനിയായ ഒരു യുവസന്യാസിയുമായിരുന്നു. മിസ്റ്റർ റൈറ്റിൻ്റെ ഉജ്ജ്വലമായ യാത്രാക്കുറിപ്പിൽ അത് ഭംഗിയായി വിവരിച്ചിരിക്കുന്നു. ജലവിധാനം തീരെ താണിരുന്ന ഗംഗാനദിക്ക് കുറുകെ കിറുകിറുക്കുന്ന ഒരു തോണിപ്പാലത്തിലൂടെ ഫോർഡ് കാറിൽ ഞങ്ങൾ സഞ്ചരിച്ചു. ജനക്കൂട്ടത്തിനിടയിലൂടെയും
ഇടുങ്ങി വളഞ്ഞു പുളഞ്ഞ പാതയിലൂടെയും പാമ്പിനെപ്പോലെ ഇഴഞ്ഞ് ഞങ്ങൾ നീങ്ങി. ബാബാജിയും ശ്രീ യുക്തേശ്വരനും കണ്ടുമുട്ടിയ ഇടമെന്ന് യോഗാനന്ദജി എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന നദീതടവും താണ്ടി അല്പം കഴിഞ്ഞ് കാറിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. സന്യാസിമാർ കൂട്ടിയ ആഴിയുടെ കൂടിക്കൂടി വരുന്ന പുകപടലത്തിൻ്റെയും കാൽ വഴുതുന്ന മണൽപ്പുറത്തുകൂടെയും അല്പം ദൂരം നടന്ന് ചെളിയും വൈക്കോലും കൊണ്ട് ഏറ്റവും എളിയ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പറ്റം കുടിലുകളുടെ അടുത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. ഒരു എളിയ താൽക്കാലിക കുടിലിൻ്റെ അടയ്ക്കാൻ പാളികളില്ലാത്ത വാതിലിന് മുമ്പിൽ ഞങ്ങൾ നിന്നു. അസാധാരണമായ ബുദ്ധിവൈഭവം കൊണ്ട് ശ്രേഷ്ഠനായ കരപാത്രി എന്ന സഞ്ചാരിയായ യുവസാധുവിൻ്റെ ചെറിയ കുടിലായിരുന്നു ഇത്. അവിടെ ഒരു വൈക്കോൽ ഇരിപ്പിടത്തിൽ തൻ്റെ ഒരേ ഒരു പുതപ്പ്, സാന്ദർഭികമായി പറയട്ടെ ഒരേ ഒരു സ്വത്തും ആയ കാഷായ വസ്ത്രം തോളിലിട്ട് അദ്ദേഹം ചമ്രം പടിഞ്ഞിരുന്നിരുന്നു. ഞങ്ങൾ നാലുകാലിൽ ഇഴഞ്ഞ് ആ കുടിലിനുള്ളിൽ പ്രവേശിച്ചു. വാതിൽക്കൽ വെച്ചിരുന്ന മണ്ണെണ്ണ വിളക്ക് പുൽമേഞ്ഞ ചുമരുകളിൽ ചലിക്കുന്ന വിചിത്രമായ നിഴലുകൾ വിരിച്ചു. ആ ജ്ഞാനിയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് ഞങ്ങളെ നോക്കി. യഥാർത്ഥത്തിൽ ദിവ്യമായ ആ വദനം മന്ദസ്മിതം പൊഴിച്ചു. ആ സാധുവിൻ്റെ മുഖം, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണുകളും കുറ്റമറ്റ പല്ലുകളും ഒരു പുഞ്ചിരിയിൽ തിളങ്ങി. അദ്ദേഹത്തിൻ്റെ ഹിന്ദി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മുഖത്തെ ഭാവങ്ങൾ ഏറെ അർത്ഥവത്തായിരുന്നു. ഉത്സാഹം, പ്രേമം, ആത്മീയ മാഹാത്മ്യം എന്നിവ അദ്ദേഹത്തിൽ നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ മഹത്വം ആർക്കും വ്യക്തമാകുമായിരുന്നു. ഭൗതിക വസ്തുക്കളിൽ മമത വെച്ച് പുലർത്താത്ത ഒരുവൻ്റെ ആനന്ദകരമായ ജീവിതം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. വസ്ത്രത്തിൻ്റെ പ്രശ്നമില്ല, ഭക്ഷണത്തിന് ആർത്തിയില്ല, ഒരിക്കലും ഭിക്ഷ യാചിക്കുന്നില്ല, പാചകം ചെയ്ത ഭക്ഷണം ഒന്നരാടം ദിവസങ്ങളിലല്ലാതെ തൊടുന്നില്ല, ഒരിക്കലും ഭിക്ഷാപാത്രം കൊണ്ടു നടക്കുന്നില്ല, ഒരിക്കലും പണം കൈകാര്യം ചെയ്യുന്നില്ല, ധനസംബന്ധമായ കുരുക്കുകൾ ബാധിക്കുന്നില്ല, ഒരിക്കലും സാധനങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നില്ല, എല്ലായ്പ്പോഴും ഈശ്വരനിൽ വിശ്വാസം അർപ്പിക്കുന്നു. വാഹനയാത്രയുടെ ക്ലേശങ്ങളില്ല, വാഹനങ്ങളിൽ യാത്രയില്ല, പുണ്യനദികളുടെ തീരങ്ങളിൽ എപ്പോഴും നടക്കുന്നു. മമതാബന്ധം വളരുന്നതൊഴിവാക്കാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരാഴ്ചയിൽ കൂടുതൽ കഴിയുന്നില്ല. അപ്രകാരമുള്ള ഒരു വിനയാന്വിതൻ, വേദങ്ങളിൽ അസാധാരണ പാണ്ഡിത്യവും വാരണാസി സർവകലാശാലയിൽ നിന്ന് MA ബിരുദവും ശാസ്ത്രി പദവും നേടിയ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ഇരുന്നപ്പോൾ ഒരു ഉത്കൃഷ്ടമായ അനുഭൂതി എന്നിൽ നിറഞ്ഞു. യഥാർത്ഥമായ പ്രാചീന ഭാരതത്തെ കാണുക എന്ന എൻ്റെ ആഗ്രഹത്തിന് ലഭിച്ച സാഫല്യമാണിതെല്ലാം എന്ന് തോന്നുന്നു. കാരണം ആധ്യാത്മിക മഹത്വം നേടിയ അതികായന്മാരുടേതായ ഈ നാടിൻ്റെ ഒരു യഥാർത്ഥ പ്രതിനിധിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തീർത്ഥാടന ജീവിതത്തെപ്പറ്റി കരപാത്രിയോട് ഞാൻ ചോദിച്ചു. ശീതകാലത്തേക്ക് അങ്ങേക്ക് മറ്റു വസ്ത്രങ്ങളില്ലേ? ഇല്ല, ഇത് മതിയാകും. ഏതെങ്കിലും പുസ്തകങ്ങൾ കൊണ്ട് നടക്കാറുണ്ടോ? ഇല്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ ഓർമ്മയിൽ നിന്ന് പഠിപ്പിക്കുന്നു. വേറെ എന്തു ചെയ്യുന്നു? ഞാൻ ഗംഗാതീരത്ത് സ്വതന്ത്രനായി സഞ്ചരിക്കുന്നു. ശാന്തമായ ഈ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മട്ടിലുള്ള ലാളിത്യത്തിനു വേണ്ടി അതിയായ ഒരാഗ്രഹം എന്നെ വിവശനാക്കി. അമേരിക്കയെയും എൻ്റെ ചുമലിലുണ്ടായിരുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളെയും ഞാൻ ഓർത്തു. ഇല്ല യോഗാനന്ദ, ഒരു നിമിഷം ദുഃഖത്തോടെ ഞാൻ ചിന്തിച്ചു. ഗംഗാതീരത്തെ സ്വതന്ത്ര സഞ്ചാരം ഈ ജന്മത്തിൽ നിനക്കുള്ളതല്ല. ആ യതിവര്യൻ തൻ്റെ ആത്മീയ സാക്ഷാത്കാരങ്ങളിൽ ചിലവ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊരു ചോദ്യം തൊടുത്തുവിട്ടു. ഈ വിവരങ്ങൾ അങ്ങ് ശാസ്ത്രഗ്രന്ഥങ്ങളിൽ നിന്നാണോ പറയുന്നത്, അതോ ആന്തരിക അനുഭവങ്ങളിൽ നിന്നോ? പകുതി പുസ്തകങ്ങളിലെ അറിവിൽ നിന്ന്, പകുതി അനുഭവത്തിൽ നിന്നും, അദ്ദേഹം തുറന്ന പുഞ്ചിരിയോടെ പറഞ്ഞു. ഞങ്ങൾ അല്പനേരം ധ്യാനാത്മകമായ നിശബ്ദതയിൽ സന്തുഷ്ടരായി ഇരുന്നു. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ സാന്നിധ്യത്തിൽ നിന്ന് പിരിഞ്ഞ ശേഷം ഞാൻ മിസ്റ്റർ റൈറ്റിനോട് പറഞ്ഞു, അദ്ദേഹം സുവർണമായ ഒരു വൈക്കോൽ സിംഹാസനത്തിലിരിക്കുന്ന സാമ്രാട്ടാണ്. അന്ന് രാത്രി മേളയുടെ മൈതാനത്ത് നക്ഷത്രങ്ങൾക്ക് കീഴിൽ ഇലകളെ ചെറു ചില്ല കൊണ്ട് കുത്തി കോർത്തിണക്കിയ തട്ടങ്ങളിൽ ഞങ്ങൾ അത്താഴം കഴിച്ചു. ഭാരതത്തിൽ പാത്രം കഴുകൽ ഏറ്റവും പരിമിതമായി കുറച്ചിരിക്കുന്നു. കുംഭമേളയുടെ അത്യധികം ആകർഷകമായ 2 ദിവസം കൂടി. എന്നിട്ട് യമുനാ തീരത്തുകൂടെ വടക്കു പടിഞ്ഞാറുള്ള ആഗ്രയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ താജ്മഹലിൽ മിഴിനട്ടു നിന്നു. വെണ്ണക്കല്ലിലെ സ്വപ്നം കണ്ടു മതിമറന്ന ജിതേന്ദ്രൻ ഓർമ്മയിൽ എൻ്റെ അരികിൽ നിന്നു.
പിന്നീട് സ്വാമി കേശവാനന്ദൻ്റെ വൃന്ദാവനം ആശ്രമത്തിലേക്ക്. കേശവാനന്ദജിയെ തേടിച്ചെന്നതിൻ്റെ ഉദ്ദേശം ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ലാഹിരി മഹാശയൻ്റെ ജീവിതകഥ ഞാൻ എഴുതണം എന്ന ശ്രീ യുക്തേശ്വരൻ്റെ അപേക്ഷ ഞാൻ ഒരിക്കലും മറന്നിരുന്നില്ല. ഭാരതത്തിലെ എൻ്റെ താമസകാലത്ത് ആ യോഗാവതാരത്തിൻ്റെ നേരിട്ടുള്ള ശിഷ്യന്മാരും ബന്ധുക്കളുമായി ബന്ധപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും ഞാൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അവരുമായുള്ള സംഭാഷണങ്ങൾ ബാല്യങ്ങളോളം വരുന്ന വിശദമായി കുറിപ്പുകളിലാക്കി ഞാൻ വസ്തുതകളും തീയതികളും ഒത്തുനോക്കി ഉറപ്പുവരുത്തുകയും ചിത്രങ്ങൾ, പഴയ എഴുത്തുകൾ, രേഖകൾ എന്നിവ ശേഖരിക്കുകയും ചെയ്തു. ലാഹിരി മഹാശയനെ സംബന്ധിച്ച വസ്തുതാശേഖരം പെരുകാൻ തുടങ്ങി. എൻ്റെ മുന്നിൽ പുസ്തകരചനയുടെ കഠിനയത്നങ്ങൾ നിരക്കുന്നുവെന്ന് ഞാൻ അമ്പരപ്പോടെ മനസ്സിലാക്കി. മഹാപുരുഷനായ ഗുരുവിൻ്റെ ജീവചരിത്രകാരൻ എന്ന നിലയിൽ എൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ എനിക്ക് കഴിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. തങ്ങളുടെ ഗുരുദേവനെപ്പറ്റി എഴുതിയ ഒരു വിവരണത്തിൽ അദ്ദേഹം നിസാരനാക്കപ്പെടുമെന്നോ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമെന്നോ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പലരും ഭയന്നിരുന്നു. ഒരു ദിവ്യാവതാരത്തിൻ്റെ ജീവിതകഥയോട് നിർജീവമായ വാക്കുകൾ കൊണ്ട് നീതി പുലർത്താൻ സാധ്യമല്ല, പഞ്ചാനൻ ഭട്ടാചാര്യ എന്നോട് ഒരിക്കൽ അഭിപ്രായപ്പെട്ടു. മറ്റു ഉറ്റ ശിഷ്യന്മാരും അതുപോലെ ആ യോഗാവതാരത്തെ തങ്ങളുടെ ഹൃദയത്തിൽ അവരുടെ അമരഗുരുവായി കുടിയിരുത്തുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടു. എങ്കിലും തൻ്റെ ജീവചരിത്രത്തെപ്പറ്റിയുള്ള ലാഹിരി മഹാശയൻ്റെ പ്രവചനം മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാഹ്യജീവിതത്തിൻ്റെ വസ്തുതകൾ സമ്പാദിക്കാനും സ്ഥിരീകരിക്കാനുമുള്ള ശ്രമം ഞാൻ ഉപേക്ഷിച്ചില്ല. വൃന്ദാവനത്തിലെ സുന്ദരമായ ഒരു ഉപവനത്തിൽ സ്ഥിതി ചെയ്യുന്ന കാർത്യായനീപീഠ ആശ്രമത്തിൻ്റെ കനത്ത കറുത്ത തൂണുകളോടുകൂടിയ ഊക്കൻ ഇഷ്ടിക കെട്ടിടത്തിൽ വെച്ച് സ്വാമി കേശവാനന്ദൻ ഞങ്ങളുടെ സംഘത്തെ ഹൃദ്യമായി സ്വീകരിച്ചു. ലാഹിരി മഹാശയൻ്റെ ഒരു വലിയ ചിത്രത്താൽ അലങ്കൃതമായ ഇരിപ്പുമുറിയിലേക്ക് അദ്ദേഹം ഞങ്ങളെ ഉടൻ തന്നെ ആനയിച്ചു. സ്വാമിജിക്ക് 90 വയസ്സാകാൻ പോവുകയായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ദൃഢപേശിയായ ശരീരം ശക്തിയും ആരോഗ്യവും കാട്ടി. നീണ്ട തലമുടിയും വെളുത്ത താടിയുമുള്ള, കണ്ണുകളിൽ ആനന്ദം തിളങ്ങുന്ന അദ്ദേഹം ശരിക്കും ഒരു വന്ധ്യവയോധികനായിരുന്നു. ഭാരതത്തിലെ ആചാര്യന്മാരെ പറ്റിയുള്ള എൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ പേരും പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നതായി ഞാൻ അറിയിച്ചു. ഞാൻ പ്രാർത്ഥനയോടെ പുഞ്ചിരിച്ചു. മഹായോഗികൾ പലപ്പോഴും വാചാലരല്ല. കേശവാനന്ദ സ്വാമി എളിമയുടെ ഒരു ആംഗ്യം കാട്ടി. അതിൽ ബാഹ്യപ്രാധാന്യമുള്ള ഒന്നും തന്നെയില്ല. ശാന്തമായ ഒരു ഗുഹയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കാൽനടയായി പോയിരുന്ന എൻ്റെ ജീവിതം ഏതാണ്ട് മുഴുവനും തന്നെ ഹിമാലയത്തിലെ ഏകാന്തതയിലാണ് ചെലവഴിച്ചിട്ടുള്ളത്. കുറച്ചുകാലം ചുറ്റും ഉയർന്ന മരങ്ങൾ നിന്ന ഒരു പൂന്തോപ്പിൽ ഒരു ചെറിയ ആശ്രമം ഹരിദ്വാരത്തിന് പുറത്ത് ഞാൻ നടത്തിയിരുന്നു. മൂർഖൻ പാമ്പുകളുടെ സർവ്വസാന്നിധ്യം കാരണം യാത്രക്കാർ സന്ദർശനത്തിന് എത്താറില്ലാത്ത പ്രശാന്തമായ ഒരു സ്ഥലമായിരുന്നു അത്. കേശവാനന്ദജി അടക്കിച്ചിരിച്ചു. പിന്നീട് ഗംഗാനദിയിലെ ഒരു വെള്ളപ്പൊക്കം ആശ്രമത്തെയും മൂർഖൻ പാമ്പുകളെയും ഒരുപോലെ ഒഴുക്കിക്കൊണ്ടുപോയി. അതിനുശേഷം എൻ്റെ ശിഷ്യന്മാർ വൃന്ദാവനത്തിലെ ഈ ആശ്രമം കെട്ടിപ്പടുക്കാൻ എന്നെ സഹായിച്ചു. അദ്ദേഹം ഹിമാലയത്തിലെ കടുവകളിൽ നിന്ന് എങ്ങനെയാണ് സ്വയം രക്ഷ നേടിയിരുന്നതെന്ന് ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾ സ്വാമിജിയോട് ചോദിച്ചു. കേശവാനന്ദജി ഒന്ന് തലകുലുക്കി. ആധ്യാത്മികമായ ഔന്നിത്യങ്ങളുടെ ആ ഉയർന്ന പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾ യോഗികളെ തീരെ ഉപദ്രവിക്കാറില്ല, അദ്ദേഹം പറഞ്ഞു. ഒരിക്കൽ കാട്ടിൽ വെച്ച് ഒരു കടുവയെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു. എൻ്റെ പെട്ടെന്നുള്ള ആക്രോശത്തിൽ ആ മൃഗം കല്ലുപോലെ തരിച്ചു നിന്നുപോയി. തൻ്റെ ഓർമ്മകളിൽ സ്വാമി വീണ്ടും അടക്കിച്ചിരിച്ചു. എൻ്റെ ഗുരുനാഥനെ സന്ദർശിക്കാനായി ഇടയ്ക്കിടെ എൻ്റെ ഏകാന്തത വിട്ട് വാരണാസിയിൽ ഞാൻ പോയിരുന്നു. ഹിമാലയ വിജനങ്ങളിലെ എൻ്റെ ഒടുങ്ങാത്ത യാത്രകളെപ്പറ്റി ഗുരുദേവൻ എന്നോട് തമാശ പറയുമായിരുന്നു. യാത്രാപ്രേമത്തിൻ്റെ അടയാളം നിന്റെ കാലിലുണ്ട്. പാവനമായ ഹിമാലയത്തിന് നിന്നെ ഹഠാത്ത് ആകർഷിക്കത്തക്കവണ്ണം വിസ്താരമുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് മുമ്പും പിമ്പും പല പ്രാവശ്യം ലാഹിരി മഹാശയൻ സ്വശരീരത്തിൽ എൻ്റെ മുന്നിൽ പ്രത്യക്ഷനായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹിമാലയത്തിൻ്റെ ഏതൊരു ഉയർന്ന പ്രദേശവും അപ്രാപ്യമല്ല. 2 മണിക്കൂറിന് ശേഷം അദ്ദേഹം ഞങ്ങളെ ഊണുമുറിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ നിശബ്ദമായ അങ്കലാപ്പിൽ നെടുവീർപ്പിട്ടു. 15 കൂട്ടം വിഭവമുള്ള മറ്റൊരു സദ്യ, 1 കൊല്ലം തികയാത്ത ഭാരതീയ അതിഥി സൽക്കാരം. പക്ഷേ എനിക്ക് 50 റാത്തൽ തൂക്കം വർദ്ധിച്ചിരുന്നു. എങ്കിലും എൻ്റെ ബഹുമാനാർത്ഥം നടത്തിയ നിരവധി വിരുന്നുകളിൽ പ്രത്യേക ശ്രദ്ധയോടെ തയ്യാറാക്കപ്പെട്ട വിശിഷ്ട ഭോജ്യങ്ങൾ
ഏതെങ്കിലും നിരസിക്കുക എന്നത് മര്യാദകേടിൻ്റെ പാരമ്യമായി കണക്കാക്കപ്പെടുമായിരുന്നു. ഭാരതത്തിൽ തടിച്ചു കൊഴുത്ത ഒരു സ്വാമി സന്തോഷകരമായൊരു കാഴ്ചയായിട്ടാണ് കരുതപ്പെടുന്നത്. അത്താഴത്തിന് ശേഷം കേശവാനന്ദജി എന്നെ ഒരു ഒഴിഞ്ഞ കോണിലേക്ക് നയിച്ചു. അദ്ദേഹം പറഞ്ഞു, നിന്റെ വരവ് അപ്രതീക്ഷിതമല്ല. നിനക്ക് ഒരു സന്ദേശം തരാനുണ്ട്. ഞാൻ വിസ്മയിച്ചു പോയി. കേശവാനന്ദജിയെ സന്ദർശിക്കാനുള്ള എൻ്റെ പരിപാടി ഞാൻ ആരെയും അറിയിച്ചിരുന്നില്ല. സ്വാമി തുടർന്നു, കഴിഞ്ഞ വർഷം ഞാൻ വടക്കൻ ഹിമാലയത്തിലെ ബദരീനാരായണത്തിൽ ചുറ്റിത്തിരിയുമ്പോൾ എനിക്ക് വഴി തെറ്റി. ആളൊഴിഞ്ഞ വിശാലമായൊരു ഗുഹയിൽ ഞാൻ അഭയം തേടി. പാറയായ തറയിലെ ഒരു കുഴിയിൽ ചാരം മൂടിയ തീക്കനലുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഈ ഏകാന്ത സങ്കേതത്തിലെ താമസക്കാരൻ ആരാകുമെന്ന് വിസ്മയിച്ച് സൂര്യപ്രകാശം വീഴുന്ന ഗുഹാമുഖത്ത് കണ്ണു നട്ടുകൊണ്ട് തീയുടെ അടുത്ത് ഞാനിരുന്നു. കേശവാനന്ദ, നീ ഇവിടെ എത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ വാക്കുകൾ എൻ്റെ പിന്നിൽ നിന്നാണ് കേട്ടത്. നെട്ടിത്തിരിഞ്ഞു നോക്കിയ ഞാൻ ഒരു പ്രകാശപൂരം കൊണ്ട് കണ്ണഞ്ചിപ്പിച്ച ബാബാജിയെയാണ് കണ്ടത്. ആ മഹാഗുരു ഗുഹയുടെ ഉള്ളിൽ ആവിർഭവിച്ചതായിരുന്നു. അനേകം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ വീണ്ടും കണ്ടതിൽ അത്യന്തം സന്തുഷ്ടനായ ഞാൻ ആ പുണ്യപാദങ്ങളിൽ വീണു. ഞാൻ നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയതാണ്, ബാബാജി തുടർന്നു. അതാണ് നിനക്ക് വഴിതെറ്റിയതും എൻ്റെ താൽക്കാലിക വസതിയായ ഈ ഗുഹയിലേക്ക് നീ നയിക്കപ്പെട്ടതും. നാം തമ്മിൽ കണ്ടിട്ട് കാലം കുറയായി. വീണ്ടും കാണാൻ ഇടയായതിൽ എനിക്ക് സന്തോഷമുണ്ട്. അനശ്വരനായ ആ ആചാര്യൻ ആത്മീയ സഹായത്തിൻ്റെ ഏതാനും വാക്കുകൾ കൊണ്ട് എന്നെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, യോഗാനന്ദന് ഞാനൊരു സന്ദേശം തരുന്നു. അവൻ ഭാരതത്തിൽ തിരിച്ചെത്തുമ്പോൾ നിന്നെ സന്ദർശിക്കും. തൻ്റെ ഗുരുവുമായും ലാഹിരിയുടെ ജീവിച്ചിരിക്കുന്ന ശിഷ്യന്മാരുമായും ബന്ധപ്പെട്ട അനേകം കാര്യങ്ങളിൽ ബദ്ധശ്രദ്ധനാകുന്ന യോഗാനന്ദൻ പൂർണ്ണമായും തിരക്കിലാകും. അപ്പോൾ അവനോട് പറയുക, അവൻ ആകാംക്ഷയോടെ ആശിക്കുന്നതുപോലെ ഞാൻ ഇപ്രാവശ്യം അവനെ കാണുകയില്ല, പക്ഷേ മറ്റൊരവസരത്തിൽ കണ്ടുകൊള്ളാം. ബാബാജിയിൽ നിന്ന് ഈ സാന്ത്വനിപ്പിക്കുന്ന വാഗ്ദാനം കേശവാനന്ദജിയുടെ വാക്കുകളിലൂടെ ലഭിച്ചത് എന്നെ അഗാധമായി സ്പർശിച്ചു. എൻ്റെ ഹൃദയത്തിലെ ഒരു വേദന മാറി. ശ്രീ യുക്തേശ്വരൻ സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ ബാബാജി കുംഭമേളയിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്നോർത്ത് ഞാൻ പിന്നീട് ദുഃഖിച്ചില്ല. ആശ്രമത്തിലെ അതിഥികളുമായി ഒരു രാത്രി കഴിച്ച ശേഷം ഞങ്ങൾ അടുത്ത ദിവസം ഉച്ചതിരിഞ്ഞ് കൊൽക്കത്തയ്ക്ക് തിരിച്ചു. യമുനാ നദിയുടെ മുകളിലെ പാലത്തിലൂടെ കാറോടിച്ചു പോയപ്പോൾ ഞങ്ങൾ വൃന്ദാവനത്തിനു മേലെ ചക്രവാള രേഖയുടെ അതിമനോജ്ഞമായ കാഴ്ച ആസ്വദിച്ചു. അപ്പോഴേക്കും സൂര്യൻ ആകാശത്തിന് തീ കൊടുത്ത് അതിനെ വിശ്വകർമാവിൻ്റെ വർണ്ണാഭമായ തീച്ചൂളയായി മാറ്റിയത് താഴെ നിശ്ചലമായി യമുനാജലത്തിൽ പ്രതിബിംബിച്ചു. യമുനാ തീരം ബാലനായ ശ്രീകൃഷ്ണന്റെ സ്മരണകളാൽ പവിത്രമാണ്. ഒരവതാരവും തൻ്റെ ഭക്തരും തമ്മിലുള്ള ശാശ്വതമായ സ്വർഗീയ പ്രേമത്തിന് ഉദാഹരണം കാട്ടിക്കൊണ്ട് അദ്ദേഹം ഇവിടെ നിഷ്കളങ്ക മധുരമായ ലീലകൾ ഗോപികളൊത്ത് ആടി. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതത്തെ പല പാശ്ചാത്യ വ്യാഖ്യാതാക്കളും തെറ്റായി ധരിച്ചു വെച്ചിട്ടുണ്ട്. വേദത്തിലെ അന്യാപദേശങ്ങൾ വാച്യാർത്ഥം മാത്രം കാണുന്നവർക്ക് കുഴക്കുന്നതാവും. ഒരു പരിഭാഷകന് പറ്റിയ രസകരമായ ഒരമ്ലി ഇത് വ്യക്തമാക്കും. മധ്യകാലഘട്ടത്തിലെ പ്രചോദിത താപസനായ ഒരു ചെരുപ്പുകുത്തി രവിദാസിൻ്റെ കഥയാണത്. മനുഷ്യരാശിയിൽ നിർലീനമായ ആത്മീയ വൈഭവത്തെ തൻ്റെ സ്വന്തം തൊഴിലിൻ്റെ എളിയ ഭാഷയിൽ അദ്ദേഹം പാടിയിരുന്നു. വിസ്തൃത നീലാകാശക്കീഴിൽ തോലു പൊതിഞ്ഞ ദേവനിരിപ്പു. ഒരു പാശ്ചാത്യ ഗ്രന്ഥകാരൻ രവിദാസിൻ്റെ ഈ കവിതയ്ക്ക് നൽകിയ വിചിത്രവും അരസികവുമായ വ്യാഖ്യാനം കേൾക്കുമ്പോൾ ചിരി മറയ്ക്കാൻ നാം മുഖം തിരിക്കുന്നു. അവൻ അതിനുശേഷം ഒരു കുടിൽ വെച്ചു. അതിൽ തോലുകൊണ്ട് അവനുണ്ടാക്കിയ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് അതിൻ്റെ ആരാധനയ്ക്ക് സ്വയം നിയോഗിച്ചു. മഹാനായ കബീറിൻ്റെ ഒരു സഹശിഷ്യനായിരുന്ന രവിദാസിൻ്റെ ഉന്നതരായ ശിഷ്യരിൽ ഒരാളായിരുന്നു ചിറ്റൂർ റാണി. തൻ്റെ ഗുരുവിൻ്റെ ബഹുമാനാർത്ഥം ഒരു സദ്യയ്ക്ക് അവർ അനേകം ബ്രാഹ്മണരെ ക്ഷണിച്ചെങ്കിലും എളിയവനായ ഒരു ചെരുപ്പുകുത്തിയോടൊപ്പം ആഹാരം കഴിക്കാൻ അവർ വിസമ്മതിച്ചു. തീണ്ടൽ കൂടാതെ തങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ അവർ അന്തസ്സുള്ള അകലത്തിൽ ഇരുന്നപ്പോൾ അതാ ഓരോ ബ്രാഹ്മണനും തൻ്റെ അരികിൽ രവിദാസിൻ്റെ ഓരോ രൂപം കണ്ടു. അത്ഭുതകരമായി ഈ പൊതുജന പ്രത്യക്ഷം ചിറ്റൂറിൽ വ്യാപകമായ നവോത്ഥാനം കൈവരുത്തി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ ചെറുസംഘം കൊൽക്കത്തയിലെത്തി. ശ്രീ യുക്തേശ്വരനെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ഞാൻ അദ്ദേഹം ശ്രീരാമപുരം വിട്ടുവെന്നും ഏതാണ്ട്
300 മൈൽ തെക്കുള്ള പുരിയിലാണെന്നും കേട്ട് നിരാശനായി. പുരി ആശ്രമത്തിലേക്ക് ഉടനെ വരൂ. ഗുരുദേവന്റെ കൊൽക്കത്തയിലെ ഒരു ശിഷ്യൻ അതുലചന്ദ്ര റോയ് ചൗധരിക്ക് മാർച്ച് 8-ാം തീയതി ഒരു സഹശിഷ്യൻ അയച്ചതായിരുന്നു ഈ കമ്പി സന്ദേശം. ഈ വാർത്ത എൻ്റെ ചെവിയിലെത്തി. അതിൻ്റെ ദുസൂചനയിൽ മനം നൊന്ത് ഞാൻ ഈശ്വരനെ പ്രണമിച്ച് എൻ്റെ ഗുരുദേവൻ്റെ ജീവൻ വിട്ടുതരണമേ എന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ വീട്ടിൽ നിന്ന് തീവണ്ടി കയറാൻ പോകാനായി തുടങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ദിവ്യശബ്ദം മന്ത്രിച്ചു. ഇന്ന് രാത്രി പുരിയിലേക്ക് പോകരുത്. നിന്റെ പ്രാർത്ഥന അനുവദിക്കാൻ സാധ്യമല്ല. ദുഃഖിതനായി ഞാൻ പറഞ്ഞു, പ്രഭോ, പുരിയിൽ ഞാനുമായി ഒരു വടംവലിയിൽ ഏർപ്പെടാൻ അങ്ങ് അഭിലഷിക്കുന്നില്ല. ഗുരുദേവൻ്റെ ജീവന് വേണ്ടിയുള്ള എൻ്റെ ഇടതടവില്ലാത്ത പ്രാർത്ഥന അവിടെ വെച്ച് അങ്ങയ്ക്ക് നിരസിക്കേണ്ടി വരും. അപ്പോൾ അങ്ങയുടെ ആജ്ഞയനുസരിച്ച് മഹത്തായ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം പിരിയണമോ? അന്തരംഗത്തിലെ ആജ്ഞയനുസരിച്ച് ആ രാത്രി ഞാൻ പുരിക്ക് തിരിച്ചില്ല. അടുത്ത ദിവസം വൈകുന്നേരം തീവണ്ടി കയറാൻ ഞാൻ തിരിച്ചു. മാർഗമധ്യേ 7 മണിക്ക് ഒരു കറുത്ത മേഘം പെട്ടെന്ന് ആകാശത്തെ പൊതിഞ്ഞു. പിന്നീട് തീവണ്ടി പുരിയിലേക്ക് കുതിച്ചു പാഞ്ഞപ്പോൾ ശ്രീ യുക്തേശ്വരൻ്റെ ഒരു ദർശനം എനിക്കുണ്ടായി. അദ്ദേഹം ഏറെ ഗൗരവമാർന്ന മുഖഭാവത്തോടെയിരുന്നു. അദ്ദേഹത്തിൻ്റെ വശങ്ങളിൽ ഓരോ ദീപവും കാണപ്പെട്ടു. എല്ലാം കഴിഞ്ഞോ? ഞാൻ യാചനാഭാവത്തിൽ കൈകൾ ഉയർത്തി. അദ്ദേഹം തലയാട്ടി. എന്നിട്ട് ക്രമേണ അപ്രത്യക്ഷനായി. പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും അപ്പോഴും പ്രതീക്ഷയുമായി ഞാൻ അടുത്ത പ്രഭാതത്തിൽ പുരിയിലെ തീവണ്ടി സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു അപരിചിതൻ അടുത്തു വന്നു. നിങ്ങളുടെ ഗുരുദേവൻ യാത്രയായി എന്ന് കേട്ടല്ലോ. മറ്റൊരു വാക്കും പറയാതെ അയാൾ നടന്നകന്നു. അയാൾ ആരായിരുന്നുവെന്നോ എന്നെ അവിടെ കാണാമെന്ന് എങ്ങനെ അറിഞ്ഞുവെന്നോ ഞാൻ ഒരിക്കലും കണ്ടെത്തിയില്ല. ആഘാതമേറ്റ ഞാൻ വീഴാൻ പോകുന്നത് പോലെ പ്ലാറ്റ്ഫോമിൻ്റെ ഭിത്തിയിൽ ചാരി നിന്നു. ആകെ ഉലയ്ക്കുന്ന ഈ വാർത്ത എന്നെ ധരിപ്പിക്കാൻ വിവിധ മാർഗങ്ങളിൽ എൻ്റെ ഗുരുദേവൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. തിളച്ചു പൊങ്ങുന്ന ധാർമ്മിക രോഷം കൊണ്ട് എൻ്റെ ആത്മാവ് ഒരു അഗ്നിപർവ്വതം പോലെയായി. പുരി ആശ്രമത്തിലെത്തിയപ്പോഴേക്കും ഞാൻ തകർന്നു വീഴുന്ന നിലയിലായിരുന്നു. അന്തരാത്മാവിൻ്റെ ശബ്ദം സൗമ്യമായി ആവർത്തിക്കുകയായിരുന്നു, മനസാന്നിധ്യം വീണ്ടെടുക്കൂ, ശാന്തനാകൂ. ആശ്രമമുറിയിൽ ഞാൻ പ്രവേശിച്ചു. ഗുരുദേവൻ്റെ ശരീരം പത്മാസനത്തിൽ സുഭഗമായി അനിർവചനീയമായ രീതിയിൽ ഓജസ്സോടെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രതിച്ഛായ പോലെ കാണപ്പെട്ടു. ദേഹവിയോഗത്തിന് കുറച്ചു ദിവസം മുമ്പ് എൻ്റെ ഗുരുദേവന് പനി കൊണ്ട് അല്പം അസുഖമുണ്ടായിരുന്നു. എന്നാൽ അനന്തതയിലേക്കുള്ള ആരോഹണത്തിൻ്റെ ദിവസത്തിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ശരീരം പരിപൂർണ സുഖം പ്രാപിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട രൂപത്തിൽ എത്ര പ്രാവശ്യം ഞാൻ നോക്കിയിട്ടും അതിൽ നിന്ന് ജീവൻ പോയിക്കഴിഞ്ഞിരുന്നുവെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ത്വക്ക് മിനുസമുള്ളതും മൃദുവുമായിരുന്നു. ആ മുഖത്ത് അനുഗ്രഹാശസ്സുകൾ ചൊരിയുന്ന ഒരു ദിവ്യഭാവം ഉണ്ടായിരുന്നു. ആത്മീയമായ വിളിയുടെ വേളയെത്തിയപ്പോൾ അദ്ദേഹം ബോധപൂർവം തൻ്റെ ശരീരം വെടിഞ്ഞു. ബംഗാളിൻ്റെ സിംഹം യാത്രയായി. വെളിവ് നഷ്ടപ്പെട്ടവനെ പോലെ ഞാൻ വിലപിച്ചു. ആചാരപരമായ മരണാന്തര കർമ്മങ്ങൾ ഞാൻ മാർച്ച് 10-ാം തീയതി നിർവഹിച്ചു. സ്വാമിമാർക്ക് വിധിച്ചിട്ടുള്ള പൗരാണിക ചടങ്ങുകളോടെ ശ്രീ യുക്തേശ്വരൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ പുരി ആശ്രമത്തിലെ പൂന്തോട്ടത്തിൽ അടക്കം ചെയ്തു. വിഷുസംക്രാന്തിയിലെ അനുസ്മരണ പൂജാ ചടങ്ങിൽ ഗുരുദേവനെ ആദരിക്കാൻ അടുത്തും അകലെയുമുള്ള ശിഷ്യന്മാർ വന്നെത്തി. കൊൽക്കത്തയിലെ പ്രമുഖ പത്രമായ അമൃത ബസാർ പത്രിക അദ്ദേഹത്തിൻ്റെ ചിത്രത്തോടൊപ്പം ഈ റിപ്പോർട്ടും പ്രസിദ്ധീകരിച്ചു. ശ്രീമദ് സ്വാമി ശ്രീ യുക്തേശ്വരഗിരി മഹാരാജിൻ്റെ പിണ്ടം അടിയന്തരം മാർച്ച് 21-ന് പുരിയിൽ നടന്നു. അദ്ദേഹത്തിൻ്റെ അനേകം ശിഷ്യന്മാർ ചടങ്ങുകൾക്കായി പുരിയിൽ വന്നു ചേർന്നു. ഭഗവത്ഗീതയുടെ പ്രമുഖ വ്യാഖ്യാതാക്കളിൽ ഒരാളായ സ്വാമി മഹാരാജ് വാരണാസിയിലെ യോഗിരാജൻ ശ്രീ ശ്യാമാചരൺ ലാഹിരി മഹാശയൻ്റെ ഒരു ഉന്നത ശിഷ്യനായിരുന്നു. ഭാരതത്തിലെ നിരവധി യോഗദാ സത്സംഗ കേന്ദ്രങ്ങളുടെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. യോഗ പ്രസ്ഥാനം പാശ്ചാത്യ രാജ്യങ്ങളിൽ വളർത്തിയ അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യൻ സ്വാമി യോഗാനന്ദൻ്റെ മഹത്തായ പ്രചോദനവും അദ്ദേഹമായിരുന്നു. ശ്രീ യുക്തേശ്വർജിയുടെ ദീർഘദർശന വൈഭവവും അഗാധമായ സാക്ഷാത്കാര സിദ്ധിയുമായിരുന്നു സ്വാമി യോഗാനന്ദനെ കടൽ കടക്കാനും ഭാരതീയ ആചാര്യന്മാരുടെ സന്ദേശം
അമേരിക്കയിൽ പ്രചരിപ്പിക്കാനും പ്രചോദിപ്പിച്ചത്. ഭഗവത്ഗീതയ്ക്കും മറ്റ് വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾക്കും അദ്ദേഹം നൽകിയ വ്യാഖ്യാനങ്ങൾ പൗരസ്ത്യവും പാശ്ചാത്യവുമായ തത്വചിന്തകളിൽ ശ്രീ യുക്തേശ്വർജിയുടെ അഗാധമായ അറിവ് സാക്ഷ്യപ്പെടുത്തുന്നു. ഇവ പാശ്ചാത്യ പൗരസ്ത്യ ദേശങ്ങൾ തമ്മിലെ ഐക്യത്തിൻ്റെ നിദർശനങ്ങളാണ്. എല്ലാ മതവിശ്വാസങ്ങളുടെയും ഏകതയിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. മതത്തിൻ്റെ ശാസ്ത്രീയ ഭാവം ഉൽപ്പാദിപ്പിക്കുവാൻ വിവിധ വിഭാഗങ്ങളുടെയും വിശ്വാസങ്ങളുടെയും നേതാക്കന്മാരുടെ സഹകരണത്തോടെ ശ്രീ യുക്തേശ്വര മഹാരാജ് സാധുസഭ സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൻ്റെ സമയത്ത് തൻ്റെ പിൻഗാമി സ്വാമി യോഗാനന്ദനെ അദ്ദേഹം സാധുസഭയുടെ അധ്യക്ഷനായി നാമനിർദ്ദേശം ചെയ്തു. അങ്ങനെയുള്ള ഒരു മഹാത്മാവിൻ്റെ നിര്യാണത്തിൽ ഭാരതത്തിനൊരു തീരാനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സമീപമെത്താൻ ഭാഗ്യം സിദ്ധിച്ചവർ അദ്ദേഹത്തിൽ അഭിവ്യക്തി തേടിയ ഭാരത സംസ്കാരത്തിൻ്റെയും സാധനയുടെയും യഥാർത്ഥ സത്ത തങ്ങളിൽ ഉൾക്കൊള്ളട്ടെ. ഞാൻ കൊൽക്കത്തയ്ക്ക് മടങ്ങി. വിശുദ്ധ സ്മരണകൾ നിറഞ്ഞ ശ്രീരാമപുരത്തെ ആശ്രമത്തിൽ കടന്നു ചെല്ലാൻ ആത്മവിശ്വാസം പോരാഞ്ഞ് ശ്രീ യുക്തേശ്വരൻ്റെ ശ്രീരാമപുരത്തെ കൊച്ചു ശിഷ്യനായ പ്രഫുല്ലനെ വിളിച്ചു വരുത്തി അവനെ റാഞ്ചി വിദ്യാലയത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. അലഹബാദിലെ മേളയ്ക്ക് അങ്ങു പോയ അന്ന് രാവിലെ ഗുരുദേവൻ ചാരുബെഞ്ചിൽ തളർന്നതുപോലെ വീണു. പ്രഫുല്ലൻ പറഞ്ഞു, യോഗാനന്ദൻ പോയി, യോഗാനന്ദൻ പോയി എന്ന് അദ്ദേഹം വിലപിച്ചു. ഗൂഢാർത്ഥമായി അദ്ദേഹം തുടർന്നു, മറ്റേതെങ്കിലും വിധത്തിൽ അവനോട് പറയേണ്ടി വരും. അതിനുശേഷം മണിക്കൂറുകളോളം അദ്ദേഹം നിശബ്ദനായിരുന്നു. പ്രസംഗങ്ങളും ക്ലാസുകളും കൂടിക്കാഴ്ചകളും പഴയ സുഹൃത്തുക്കളുമായി പുനഃസമാഗമങ്ങളും കൊണ്ട് എൻ്റെ ദിവസങ്ങൾ നിറഞ്ഞു. പൊള്ളയായ പുഞ്ചിരിയുടെയും അവിരാമമായ പ്രവർത്തനത്തിൻ്റെ ദിനങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിഷാദചിന്തകളുടെ ഒരു കറുത്ത അരുവി എത്രയോ വർഷങ്ങളായി എൻ്റെ സകല അനുഭൂതികളുടെയും മണൽപ്പരപ്പിനടിയിലൂടെ വളഞ്ഞൊഴുകിയിരുന്ന ആന്തരികമായ പരമാനന്ദ സരിത്തിനെ മലിനമാക്കി. ആ ദിവ്യ തപസ്യ എവിടെ പോയി? പീഡിതമായ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ഞാൻ നിശബ്ദമായി കരഞ്ഞു. ഉത്തരമൊന്നും ലഭിച്ചില്ല. ഗുരുദേവൻ പരമാത്മാവിൽ വിലയം പ്രാപിച്ചുവെന്നത് ഏറ്റവും നല്ലതു തന്നെ. എൻ്റെ മനസ്സ് ഉറപ്പു നൽകി. അദ്ദേഹം അമൃതത്വത്തിൻ്റെ സാമ്രാജ്യത്തിൽ ശാശ്വതമായി ശോഭിക്കുന്നു. ഇനി ഒരിക്കലും ശ്രീരാമപുരത്തെ പുരാതന അരമനയിൽ നീ അദ്ദേഹത്തെ കാണുകയില്ല. എൻ്റെ ഹൃദയം കേണു. ഇനിമേലിൽ അദ്ദേഹത്തെ കാണാൻ സ്നേഹിതരെ കൊണ്ടുവരാനോ അഭിമാനത്തോടെ നോക്കൂ, ഭാരതത്തിൻ്റെ ജ്ഞാനാവതാരമാണ് ആ ഇരിക്കുന്നത് എന്ന് പറയാനോ നിനക്ക് കഴിയുകയില്ല. ജൂൺ ആദ്യത്തിൽ ഞങ്ങളുടെ സംഘം ബോംബെയിൽ നിന്ന് പാശ്ചാത്യ ദേശത്തേക്ക് കപ്പൽ യാത്രയാകാനുള്ള ഏർപ്പാടുകൾ മിസ്റ്റർ റൈറ്റ് ചെയ്തു. മെയ് മാസത്തിൽ കൊൽക്കത്തയിലെ 2 ആഴ്ചത്തെ വിടവാങ്ങൽ സൽക്കാരങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ശേഷം മിസ് ബ്ലെച്ചും മിസ്റ്റർ റൈറ്റും ഞാനും ഫോർട്ട് കാറിൽ ബോംബെക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ യാത്ര റദ്ദാക്കാൻ കപ്പൽ ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെട്ടു. യൂറോപ്പിൽ ഞങ്ങൾക്ക് വീണ്ടും വേണ്ടിയിരുന്ന ഫോർട്ട് കയറ്റാൻ സ്ഥലമില്ലാത്തതായിരുന്നു കാരണം. ഞാൻ മിസ്റ്റർ റൈറ്റിനോട് മ്ലാനമായി പറഞ്ഞു, സാരമില്ല, എനിക്ക് പുരിയിലേക്ക് ഒന്നുകൂടി മടങ്ങിപ്പോകണം. ഞാൻ നിശബ്ദമായി കൂട്ടിച്ചേർത്തു, എൻ്റെ കണ്ണുനീർ എൻ്റെ ഗുരുദേവൻ്റെ സമാധി സ്ഥലം ഒന്നുകൂടി നനയ്ക്കട്ടെ. നന്ദി, സ്നേഹം. ഒരു യോഗിയുടെ ആത്മകഥയിലെ ഏറെ വൈകാരികമായി എനിക്ക് വ്യക്തിപരമായി തോന്നിയ നിമിഷങ്ങളാണ് ശ്രീ യോഗാനന്ദൻ ഗുരുവിനെ കണ്ടെത്തുന്ന ആ നിമിഷവും ഗുരുദേവൻ്റെ വേർപാടും. രണ്ടും കണ്ണു നിറഞ്ഞുകൊണ്ടല്ലാതെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ തവണ വായിക്കുമ്പോഴും യോഗാനന്ദനിൽ ഞാൻ നിറയുന്നതുപോലെ തോന്നുന്ന 2 സന്ദർഭങ്ങൾ. ഗുരുദേവനെ കണ്ടെത്തുമ്പോൾ സന്തോഷവും സന്ദേഹവും കൊണ്ട് പറഞ്ഞറിയിക്കാനാവാത്ത ഹൃദയം വിങ്ങുന്ന വേദനയോടെ ആ കാൽക്കൽ വീഴുന്ന യോഗാനന്ദൻ. തുടർന്ന് ഗുരുശിഷ്യന്മാരുടെ പരസ്പര സ്നേഹം നിറഞ്ഞ ജീവിതയാത്ര. എല്ലാം അറിയുന്ന യോഗീന്ദ്രന്മാരാണെങ്കിലും ജീവിത നാടകത്തിലെ വേഷമാടുന്നവരാണെന്ന് അറിയാമെങ്കിൽ പോലും മമത വെടിഞ്ഞവരാണെന്ന് പറയുന്നവരാണെങ്കിലും അവരെ തമ്മിൽ വിളക്കിച്ചേർത്ത കാണാക്കണ്ണി അത്രയും ബലമുള്ളതായിരുന്നു. എത്ര ഹൃദയവും വശ്യവുമായാണ് ശ്രീ യോഗാനന്ദൻ ഈ പുസ്തകത്തിൽ ഗുരു യുക്തേശ്വരനെ വാഴ്ത്തിയിട്ടുള്ളത്. ആ കർക്കശക്കാരനായ ഗുരുവിനെ അത്രമേൽ സ്നേഹിച്ചു പോകും വായനക്കാർ. നന്ദി, സ്നേഹം.